ഗസയിലെ കൊച്ചുകുട്ടികൾ പരസ്പര സ്കെച്ച് പേനയിട്ട് തന്റെ കൈകളിൽ പേരെഴുതി വെച്ച വാർത്ത നിങ്ങൾ മറന്നുപോയോ? എന്തിനാണ് കുട്ടികൾ പരസ്പരം പേരെഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അടുത്ത സമയം ഇസ്രായേലിന്റെ ബോംബിന് ഞങ്ങൾ ഇരയാകും, ഞങ്ങളുടെ ശരീരം ചിന്നിച്ചിതറും. ആ സമയത്ത് ഞങ്ങൾ ആരുടെ മോനാണ്, ആരുടെ മകളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ച് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ബോംബ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷവും ഞങ്ങളുടെ അഡ്രസ് അറിയപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പേരെഴുതി വെക്കുന്നത്. 8 പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ, 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ പറഞ്ഞെങ്കിൽ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗസയിലുള്ള കൊച്ചുകുട്ടികൾക്ക് നെതന്യാഹുവിന്റെ ബോംബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ധൈര്യം കൊടുക്കുന്നത് മാഷിദ ബീബിയുടെ മക്കളുടെയും ചരിത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പവിത്രമായ മാസമെന്ന് പരിചയപ്പെടുത്തിയ, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ റജബ് മാസം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത അനുഗ്രഹീതമായ റജബ് മാസം. ഈ പരിശുദ്ധ മാസം നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധ റമദാനിന്റെ ആഗമന വാർത്തയുമായി നമ്മളിലേക്ക് കടന്നു വന്ന പവിത്രമായ റജബ് എന്നേക്കുമായി നമ്മളോട് വിട പറഞ്ഞു പിരിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം നിലകൊള്ളുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ 2 അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. ഇസ്റാഉം മിഅ്റാജും. ഈ ഇസ്റാഉം മിഅ്റാജും നടക്കുന്നത് ഇതുപോലൊരു റജബ് മാസത്തിലാണ്. റജബ് മാസം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലെ അത്യത്ഭുതകരമായ ഇസ്റാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും ചർച്ച ചെയ്യാതെ ഈ മാസത്തെ യാത്രയാക്കുക എന്ന് പറയുന്നത് റജബിനോട് കാണിക്കുന്ന അപമര്യാദയായിട്ട് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കുറഞ്ഞ സമയം പ്രവാചകന്റെ ഇസ്രാ യാത്രയിലൂടെ, മിഅ്റാജ് യാത്രയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതിമഹത്തായ, അത്ഭുതകരമായ, അവിസ്മരണീയമായ 2 സംഭവങ്ങളാണ് ഇസ്റാഉം മിഅ്റാജും. ഈ 2 സംഭവങ്ങളും നടക്കുന്നത് ഇതുപോലൊരു റജബ് മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഹിജ്റയുടെ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പുള്ള റജബ് മാസം 27-ാം രാവിലാണ് ഇസ്റാഉം മിഅ്റാജും നടക്കുന്നത്. ഈ പ്രാവശ്യം കേരളത്തിൽ പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാവ് വരുന്ന തിങ്കളാഴ്ച അസ്തമയം കഴിഞ്ഞുള്ള രാവാണ്. അതായത് ചൊവ്വാഴ്ച രാവ്. റജബ് 27-ന് സുന്നത്തായ നോമ്പ്, ഈ നോമ്പ് ചൊവ്വാഴ്ചയുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ ഈ യാത്രയുടെ വിവരണം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ 17-ാം അധ്യായം പ്രഥമ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. ആ സൂറത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല
ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? സുബ്ഹാന അല്ലദീ അസ്റാ ബി അബ്ദി, തന്റെ അടിമയെ രാത്രിയുടെ ഏതാനും ചില സമയങ്ങൾ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ചവൻ, നിശാപ്രയാണം നടത്തിയവൻ, രാസഞ്ചാരം നടത്തിയവൻ എത്ര അനുഗ്രഹീതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാത്രി സഞ്ചാരത്തെ കുറിച്ച് പറയുമ്പോൾ തുടക്കം അല്ലാഹു പറയുന്നത് സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. സുബ്ഹാന എന്ന ഒരു പദപ്രയോഗം സാധാരണ നടത്താറുള്ളത് അത്ഭുതങ്ങൾ കേൾക്കുമ്പോഴാണ്. ആശ്ചര്യമുണ്ടാക്കുന്ന അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ, അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ, അത്ഭുതകരമായ സംഭവങ്ങൾ, വാർത്തകൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയണം. അത്ഭുതകരമായ ഒരു വാർത്ത നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം നമ്മൾ കേട്ടു, അവൻ പറയണം സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറെ ദിക്റുകൾ ചില സന്ദർഭങ്ങളിൽ പറയേണ്ടതുണ്ട്. നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മുസീബത്ത്, ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്തെങ്കിലും വിപത്തുകൾ, മുസീബത്തുകൾ, അത് മരണവാർത്ത കേട്ടാൽ മാത്രം പോരാ. നമ്മൾ സാധാരണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നപ്പോഴാണ് പറയുന്നത്. ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അതല്ല, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് പൊട്ടിപ്പോയാൽ, രാത്രിയിൽ പ്രകാശം തരുന്ന ലൈറ്റ് ഓഫായി പോയാൽ, കറണ്ടൊന്നു പോയാൽ, പ്രവാചകന്റെ കാലത്ത് വിളക്കണഞ്ഞു പോയാൽ, അപ്പം അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖകരമായ, പ്രയാസകരമായ ഏതൊരു കാര്യം കേട്ടാലും, എന്തുണ്ടായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ധാരാളമുണ്ടത് പറഞ്ഞാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു കാര്യം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഇസ്രാ സംഭവത്തെ പറയുന്നത് സുബ്ഹാന എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ശേഷം പറയപ്പെടാൻ പോകുന്ന സംഭവം അത് അത്ഭുതകരമാണ്, ആശ്ചര്യമുളവാക്കുന്നതാണ്, അത് അവസ്മരണീയമായ കാര്യമാണ്, അസാധാരണമായ കാര്യമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ പദപ്രയോഗം നടത്തിയത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, തന്റെ ദാസനെ ബി അബ്ദിഹി, തന്റെ ദാസനെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി, ആ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിപ്പിച്ചു. ഇവിടെ പ്രിയപ്പെട്ടവരെ, ചില പണ്ഡിതന്മാർക്ക്, ന്യൂനപക്ഷം പണ്ഡിതന്മാർക്ക് ഇത് പ്രവാചകന്റെ സ്വപ്നമാണ് എന്ന അഭിപ്രായമുണ്ട്. പ്രവാചകൻ ശരീരം കൊണ്ട് നടത്തിയ യാത്രയല്ല, മറിച്ച് പ്രവാചകൻ കണ്ട ഒരു സ്വപ്നമാണിത് എന്നാണ്. ഒരിക്കലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരിക്കലും ഇത് പ്രവാചകന്റെ സ്വപ്നമല്ല. പ്രവാചകന്റെ ശരീരവുമായി, പ്രവാചകന്റെ ആത്മാവും ശരീരവും പങ്കെടുത്ത അത്ഭുതകരമായ യാത്രയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് അവിടെ അത്ഭുതത്തിന്റെ വാക്ക് ഉപയോഗിക്കേണ്ടത്? രാത്രിയിൽ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട്. ലണ്ടനിൽ പോയതായിട്ടും അമേരിക്ക പോയതായിട്ടും ലോകം മുഴുവനും ഒറ്റ രാത്രിയിൽ ചുറ്റി സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അതൊരു അത്ഭുതമല്ല, അത് സ്വപ്നമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഭൗതിക ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നടന്ന സംഭവമാണ് ഇസ്രാഉം മിഅ്റാജും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ നമുക്ക് വിവരിച്ചു തരുന്നത്. അല്ലാഹു തആല പറയുന്നു, ഇലൽ മസ്ജിദുൽ അഖ്സ,
അങ്ങേയറ്റത്തെ പള്ളി മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ സഞ്ചരിപ്പിച്ചു. അന്നത്തെ യാത്ര അനുസരിച്ച് ഏതാണ്ട് 1 മാസക്കാലത്തെ വഴിദൂരമുണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള വഴിദൂരം. അല്ലദീ ബാറക്നാ ഹൗല, അല്ലാഹു തആല പറയുന്നു, ചുറ്റിനും അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ദാസനെ നിശാപ്രയാണം ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. എന്തിനാണ് ഇങ്ങനെ രാത്രിയിൽ പ്രവാചകനെ സഞ്ചരിപ്പിച്ചത്? ലിനുരിയഹു, ആ പ്രവാചകന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു വളരെയേറെ കേൾക്കുന്നവനും വളരെയേറെ കാണുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംഭവം പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നടക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച വാഹനമാണ് ബുറാഖ്. ബർക്ക് എന്ന പദത്തിൽ നിന്നുമുള്ളതാണ് ബുറാഖ്. നമ്മൾ ഓട്ടോയ്ക്കും വാഹനത്തിനൊക്കെ ബുറാഖ് എന്ന് പേരിടാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മിന്നൽ. ബർക്ക് മിന്നൽ. മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനം എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ ഇസ്രാഇന്റെ രാത്രിയിൽ ഇസ്രാ നടത്തിയ വാഹനത്തിന് അല്ലാഹു തആല പ്രവാചകന്റെ ആ വാഹനത്തിന് ബുറാഖ് എന്ന് പേരിട്ടത്. അങ്ങനെ പിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുറാഖ് വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ എത്തിച്ചേർന്നു. വലിയ ചരിത്രമാണ്. ഞാനിത് ചുരുക്കി അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഉണർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകൻ എത്തി. അവിടെ നമസ്കരിച്ചു. ശേഷം പ്രവാചകൻ അവിടെ നിന്നും 7 ആകാശത്തേക്കുള്ള യാത്ര തുടങ്ങി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അറജ എന്ന് പറഞ്ഞാൽ കോണിപ്പടി ചവിട്ടിക്കയറുന്നതിനാണ് അറജ എന്ന് പറയുന്നത്. മിഅ്റാജ്, പ്രവാചകനൊരു കോണി കൊണ്ടുവരപ്പെട്ടു. ആ കോണിപ്പടികൾ ചവിട്ടി പ്രവാചകൻ 7 ആകാശവും കടന്ന് ആ യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രാഉം മിഅ്റാജും നടക്കുന്നത് വളരെ പ്രവാചകന്റെ ജീവിതത്തിലെ ദുഃഖകരമായ ചില സംഭവങ്ങൾക്ക് ശേഷമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രയാസങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ആ പ്രയാസങ്ങൾ അവസാനിച്ച് സന്തോഷത്തിന്റെ ഒരു സുദിനം പിറക്കുമെന്നാണ് മിഅ്റാജിന്റെ 1ാമത്തെ സംഭവം പഠിപ്പിക്കുന്നത്. അതാണ് മിഅ്റാജ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഉം മിഅ്റാജും നടക്കുന്ന ഈ വർഷത്തെ ചരിത്രകാരന്മാര് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. പ്രവാചകൻ ഒരുപാട് ദുഃഖിച്ച ഒരു വർഷത്തിലായിരുന്നു ഈ ഇസ്രാഉം മിഅ്റാജും നടക്കുന്നത്. പ്രവാചകൻ ദുഃഖിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിൽ പ്രവാചകന് താങ്ങും തണലുമായി നിന്ന ഖദീജ, തങ്ങൾക്ക് സർവ പിന്തുണയും നൽകിയ ഖദീജ, സാമ്പത്തികമായും ശാരീരികമായും പ്രവാചകനെ സഹായിച്ച തങ്ങളുടെ പ്രിയതമ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളെ ആശ്വസിപ്പിച്ചിരുന്ന തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഈ ഖദീജ റളിയല്ലാഹു അൻഹായുടെ വിയോഗം പ്രവാചകന് സഹിക്കുന്നതിനപ്പുറമായിരുന്നു. പ്രവാചകനെ വല്ലാതെ ദുഃഖിപ്പിച്ചു ഖദീജ ബീവിയുടെ വഫാത്ത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ പ്രവാചകന്റെ താങ്ങും തണലുമായിരുന്ന, പ്രവാചകന്റെ ആലംബവും അഭയവും ആശ്രയവുമായിരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ പിതൃവ്യൻ അബൂ താലിബിന്റെ മരണം, ഈ 2 പേരുടെ മരണം പ്രവാചകനെ വല്ലാതെ തളർത്തി. ശാരീരികമായി തളർത്തി, മാനസികമായി പ്രവാചകനെ തളർത്തി. പ്രിയപ്പെട്ടവരെ, ഈ വർഷം ഈ മിഅ്റാജ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 വർഷക്കാലം പ്രവാചകന് ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തി. പട്ടിണിയും പരിവട്ടവും പ്രവാചകൻ ശിഅബ അബീ താലിബ് എന്ന് പറയുന്ന ചെരുവിൽ സഹിച്ചു. വെള്ളമില്ല കുടിക്കാൻ, കഴിക്കാൻ ഭക്ഷണമില്ല. പ്രവാചകനെ ശത്രുക്കൾ ഖുറൈശികൾ വല്ലാതെ പ്രയാസപ്പെടുത്തി.
ഈ പ്രയാസങ്ങളൊക്കെ പ്രവാചകന്റെ ചരിത്രത്തിലെ ദുഃഖകരമായ ഈ സംഭവങ്ങൾ നാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം. ഇസ്രായേൽ ഫലസ്തീന് ഉപരോധം ഏർപ്പെടുത്തി. മരുന്നില്ല, ഭക്ഷണമില്ല. ഇന്നും കുടിവെള്ളത്തിന് വേണ്ടി മണിക്കൂറുകൾ ജാറുമായി കാത്തിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ കാഴ്ചയാണ് നമുക്ക് പത്രമാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രവാചകന് ഉപരോധം ഏർപ്പെടുത്തി. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പച്ചലകൾ പറിച്ചു നിന്ന് ആട് കാഷ്ടിക്കുന്നത് പോലെ നബിയും സഹാബത്തും കാഷ്ടിച്ചിരുന്നു. കുടിക്കാൻ വെള്ളമില്ലാതെ സ്ത്രീകളുടെ മാറിൽ പാല് പറ്റി കുട്ടികൾ പട്ടിണി കൊണ്ട് നിലവിളിച്ചു. എന്തെല്ലാം ത്യാഗമാണ് പ്രവാചകൻ അനുഭവിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആരാരും സഹായിക്കാനില്ലാതെ വേണ്ടപ്പെട്ട ഖദീജയും അബൂ താലിബിന്റെയും വിയോഗത്തിന് ശേഷം ആരുടെയും സംരക്ഷണമില്ലാതെ, സഹായമില്ലാതെ, ഒരു സമാധാന വാക്കുപോലും പറയാൻ ആരുമില്ലാതെ പ്രവാചകൻ കഷ്ടപ്പെട്ടു. ആ സമയത്ത് പ്രവാചകൻ ഉദ്ദേശിച്ചു, ഉമ്മയുടെ നാടായ തായിഫിലേക്ക് പോയാൽ എൻ്റെ ഉമ്മയുടെ ബന്ധുക്കൾ ആരെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന പ്രതീക്ഷയോടുകൂടി മക്കയിൽ നിന്ന് ഏതാണ്ട് 65 മൈൽ അകലെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ പ്രദേശമാണ് തായിഫ്. ഈ തായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ പോയി പ്രഗൽഭ വ്യക്തികളെ, പ്രമുഖ വ്യക്തികളെയൊക്കെ കണ്ടു. എന്നെ സഹായിക്കണം, എന്റെ പിതൃവ്യൻ മരണപ്പെട്ടു പോയി, എന്റെ എല്ലാമായ ഭാര്യ മരണപ്പെട്ടു, നിങ്ങൾ സഹായിക്കണം, ഈ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ നിങ്ങൾ അണിനിരക്കണം, നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പ്രതീക്ഷയോടെ പോയ ഉമ്മയുടെ ആളുകൾ പ്രവാചകനോട് പറഞ്ഞത്, വല്ലാഹി ലാ ഉകല്ലിമുക്, മുഹമ്മദേ, തായിഫിലാണ് നീ നിൽക്കുന്നത്, നിന്റെ ഉമ്മയുടെ നാടാണ് ഈ തായിഫ്, ഇവിടുന്ന് നീ പൊയ്ക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ആട്ടിപ്പുറത്താക്കുകയാണ് തായിഫുകാർ. പ്രിയപ്പെട്ടവരെ, അങ്ങാടി കുട്ടികൾ പ്രവാചകനെ കല്ലെടുത്തെറിഞ്ഞു. പ്രവാചകന്റെ റിസാലത്തിന്റെ കാല് മുറിഞ്ഞു. രക്തം വാർന്നൊഴുകി. പ്രവാചകൻ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്ക് ചോദിച്ചത്രേ, പ്രവാചകനെ സമ്മതം തരുമോ? ഈ 2 പർവ്വതങ്ങൾ ഇവരുടെ മുകളിലേക്ക് മറിച്ചിവിട്ട് ഇവരെ നശിപ്പിച്ച് കളഞ്ഞേക്കാം, സമ്മതം തരുമോ പ്രവാചകനെ? കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ നിന്നും, ഇവരുടെ പിൻതലമുറക്കാരിൽ നിന്നും, സന്താന പരമ്പരയിൽ നിന്നും ഏകദൈവ വിശ്വാസിയായ ഒരു മനുഷ്യൻ പിറക്കുന്നതാണ് ഈ സമൂഹത്തെ സമൂലമായി നശിപ്പിക്കപ്പെടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു സംഭവമാണ്. ഇങ്ങനെ പ്രവാചകൻ എല്ലാ രീതിയിലും പ്രയാസം അനുഭവിച്ച സന്ദർഭത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. തായിഫിൽ പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങൾ ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഹൽ അതാ അലൈക യൗമൻ കാന അശദ്ദ മിൻ ഉഹദ്? നബിയേ, ഉഹദിൽ നബി തങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഉഹദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ മുൻപല്ല് പോയി, പരിക്കുകൾ സംഭവിച്ചു, പ്രവാചകൻ മരണപ്പെട്ടു എന്ന കിംവദന്തി പറഞ്ഞു പരത്തി. പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹ കൊല ചെയ്യപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹ അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു ഉഹദിൽ. ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പിളർത്തി കരൾ വലിച്ചെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അത് പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് പ്രവാചകനെ അലട്ടിയ, വല്ലാത്ത പ്രയാസപ്പെടുത്തിയ ഒരു സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഈ തായിഫിലുണ്ടായ ദുരനുഭവമാണോ അതോ ഉഹദിലുണ്ടായ പ്രയാസങ്ങളാണോ താങ്കൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ട് തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, തായിഫിലുണ്ടായ എൻ്റെ ഉമ്മയുടെ ബന്ധുക്കളിൽ നിന്നുമുണ്ടായ ദുരനുഭവമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദുഃഖഭാരം പേറി സങ്കടം കൊണ്ട് വിമ്മിഷ്ടപ്പെട്ട മനസ്സുമായി നടക്കുന്ന പ്രവാചകനെ
അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് വിളിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽ. യാത്ര പോകുമ്പം മനസംഘർഷം മാറും, ദുഃഖമകലും, ടെൻഷൻ മാറും അല്ലെ യാത്ര പോകുമ്പോൾ. അതാണ് യാത്രയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ടൂറ് അനാവശ്യമായ ടൂറല്ല, അനിസ്ലാമികപരമായ ടൂറല്ല, നല്ല ടൂറുകൾ, നല്ല യാത്രകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ടെൻഷൻ മാറും, മനസംഘർഷം മാറും. പ്രവാചകൻ ദുഃഖം പേറി നടക്കുന്ന പ്രവാചകന്റെ മനസ്സിൽ നിന്നും ദുഃഖഭാരം ഇറക്കി വെക്കാൻ, ആ പ്രവാചകനെ ഒന്ന് സ്വാന്തനപ്പെടുത്താൻ ഒരു ടൂറ്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു ടൂറ്, മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു യാത്ര, അവിടെ നിന്നും 7 ആകാശവും കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത പ്രത്യേക മേഖലകളിലേക്ക് ഒരു യാത്ര. ആ യാത്രയാണ് ഇസ്രാഉം മിഅ്റാജും. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആകാശത്തും ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു. ഒന്നാം ആകാശത്ത് അബൂബക്കർ ആദം അലൈഹിസ്സലാം, സലാം പറയാൻ സലാത്ത് ചെല്ലണം. രണ്ടാം ആകാശത്തിൽ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. മൂന്നാം ആകാശത്തിൽ ബഹുമാനപ്പെട്ട യഹ്യ അലൈഹിസ്സലാം. അതുപോലെ 4-ാം ആകാശത്തിൽ ഹാറൂൻ അലൈഹിസ്സലാം. 5-ാം ആകാശത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമും 6-ാം ആകാശത്തിൽ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമും 7-ാം ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളൊക്കെ പ്രവാചകൻ കണ്ടു. സ്വർഗം കണ്ടു, നരകം കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രവേശനമില്ലാത്ത സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥലം വിട്ട് അള്ളാഹുവിന്റെ തിരുസമക്ഷത്തിലേക്ക് പ്രവാചകൻ പോയി. ഇങ്ങനെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സുഗന്ധം, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പരിമളം അനുഭവപ്പെട്ടു. ഒരിക്കലും അനുഭവിക്കാത്ത ഒരു പരിമളം, നല്ല ഒരു സുഗന്ധം പ്രവാചകൻ അനുഭവപ്പെട്ടു. കൂട്ടത്തിലുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, എന്താണ് ഈ പരിമളം? നല്ല സുഗന്ധം അടിച്ചു വീശുന്നു, എവിടെ നിന്നാണ് ഈ സുഗന്ധം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഭൂമിയിൽ 4 ആളുകൾ ഫിർഔനിന്റെ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന എണ്ണയിലിട്ട് ചുട്ടീകരിക്കപ്പെട്ടു. ദുനിയാവിൽ വെച്ചവരുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചു. ഇന്നവരുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം വമിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്നും സുഗന്ധം പരിമളം പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് 4 ആളുകൾ? ഫിർഔന്റെ കൊട്ടാരത്തിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നത്രേ, മാഷിത. ഫിർഔന്റെ കുട്ടികളെ കുളിപ്പിക്കാൻ, ഫിർഔന്റെ മക്കളെ മുടിയിരി കൊടുക്കാൻ, മിഷ്ത് എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്നാണ് അർത്ഥം. ഫിർഔന്റെ കുട്ടികളുടെ തല ചീകി കൊടുത്തിരുന്ന ഒരു അടിമ സ്ത്രീ മാഷിത റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ചീപ്പ് കയ്യിൽ നിന്ന് താഴെ വീണു. ആ ചീപ്പ് എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാഷിത പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഫിർഔൻ ഇത് കേട്ടു. അത് ശരി, നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവളാണല്ലേ, എന്നിൽ നിനക്ക് വിശ്വാസമില്ലല്ലേ, പിന്തിരിയണം നിന്റെ മതത്തിൽ നിന്നും. ഫിർഔൻ ചുരുക്കി പെട്ടെന്ന് പറയാം, പെട്ടെന്ന് എന്ത് ചെയ്തു? ഫിർഔൻ തന്റെ പട്ടാളക്കാരെ കൊണ്ട് എണ്ണ തിളപ്പിച്ചു. തിളച്ചു മറിഞ്ഞു കിടക്കുന്ന എണ്ണയുടെ മുമ്പിൽ മാഷിത്തയും പറക്കമുറ്റാത്ത 3 കുട്ടികളെയും കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, മാഷിത്ത, നീ പിന്തിരിയണം നിന്റെ വിശ്വാസത്തിൽ നിന്നും, ഇല്ലെങ്കിൽ ഈ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന എണ്ണയിൽ ഓരോന്നോരോന്നായി നിന്റെ കുട്ടികളായിട്ട് ഞാൻ വെന്ത് വറുത്ത് കോരിയെടുക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 7 വയസ്സായൊരു കുട്ടി, ആ കുട്ടിയെ എണ്ണയിലിട്ട് തിളച്ചു കിടക്കുന്ന എണ്ണയിലേക്ക് ഫിർഔന്റെ അനുയായികൾ വലിച്ചെറിഞ്ഞു. തിളച്ചു മറിഞ്ഞു കിടക്കുന്ന എണ്ണയിൽ കിടന്നു വെന്തു പൊള്ളുന്ന കുഞ്ഞിനെ നോക്കി നെടുവീർപ്പെട്ട് നിൽക്കുകയാണ് മാഷിത. അവർ പിന്തിരിഞ്ഞില്ല വിശ്വാസത്തിൽ നിന്നും. രണ്ടാമതും 3 വയസ്സുള്ള കുട്ടിയെ, മൂന്നാമതായി
വെറും 6 മാസം പ്രായമുള്ള ചോര പൈതലിനെ കൊണ്ട് എണ്ണയിലേക്ക് ഇടാൻ പോകുമ്പോൾ മാഷിത്ത പൊട്ടിക്കരഞ്ഞു. ഈ കരച്ചിൽ കേട്ടിട്ട് 6 വയസ്സ് 6 മാസം പ്രായമായ കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പ്രയാസപ്പെടണ്ട, നാളെ ആഖിറത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ധൈര്യം കൊടുത്തു. 6 മാസമുള്ള കുട്ടി. ലോകത്ത് ചെറുപ്പത്തിൽ സംസാരിച്ച 4 കുട്ടികളാണ്. ആ 4 കുട്ടികളിൽ ഒരു കുട്ടി മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ ഇളയ കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ മാഷിത്ത ഉൾപ്പെടെയുള്ളവരെ ഫിർഔൻ തിളച്ചു കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്തു കോരി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അന്നവരുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ നിന്നും വമിക്കുന്ന ഈ പരിമളം, ഈ സുഗന്ധം മാഷിത്തയുടെയും കുട്ടികളുടെയും ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്നതാണ്. സ്വർഗം, ആ സ്വർഗം കണ്ടുകൊണ്ട് ഫിർഔനിന്റെ പീഡനം അവർ വകവെച്ചില്ല. ഇതുപോലുള്ള ചരിത്രങ്ങളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഗസയിലെ പിഞ്ചുമക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധൈര്യം എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഒരുപാട് പറയാനുണ്ട്. നമ്മൾ കുറെ യുദ്ധം കൊടിപിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗസയിലെ കൊച്ചുകുട്ടികൾ പരസ്പര സ്കെച്ച് പേനയിട്ട് തന്റെ കൈകളിൽ പേരെഴുതി വെച്ച വാർത്ത നിങ്ങൾ മറന്നുപോയോ? എന്തിനാണ് കുട്ടികൾ പരസ്പരം പേരെഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അടുത്ത സമയം ഇസ്രായേലിന്റെ ബോംബിന് ഞങ്ങൾ ഇരയാകും, ഞങ്ങളുടെ ശരീരം ചിന്നിച്ചിതറും. ആ സമയത്ത് ഞങ്ങൾ ആരുടെ മോനാണ്, ആരുടെ മകളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ച് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ബോംബ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷവും ഞങ്ങളുടെ അഡ്രസ് അറിയപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പേരെഴുതി വെക്കുന്നത്. 8 പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ, 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ പറഞ്ഞെങ്കിൽ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗസയിലുള്ള കൊച്ചുകുട്ടികൾക്ക് നെതന്യാഹുവിന്റെ ബോംബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ധൈര്യം കൊടുക്കുന്നത് മാഷിത്ത ബീബിയുടെ മക്കളുടെയും ചരിത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഗസയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അറുകൊല ചെയ്യപ്പെട്ടു, ചിന്നിച്ചെതറിയവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്നും ബോംബിന്റെ വെടിയൊച്ചകളുടെ ശബ്ദം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി വെടിനിർത്തി നമ്മൾ വായിച്ചു. ജൂതൻ വാക്കുപാലിക്കാത്തവനാണ്, കരാറ് ലംഘിക്കുന്നവനാണ്. എപ്പോഴാണ് അവിടേക്ക് ബോംബ് വർഷിക്കുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിലും ഒരു നിമിഷം വെടിനിർത്തൽ ഉണ്ടായി എന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഗസയിലേക്ക് നാനാഭാഗത്തു നിന്നും ഗസയിലുള്ള സർവ്വ ചെറുപ്പക്കാരും കുട്ടികളും പ്രായമുള്ളവരും ആ ഗസയിലേക്ക് വന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനെ പുകഴ്ത്തി തക്ബീർ മുഴക്കി ഗസയുടെ പൊട്ടിക്കിടക്കുന്ന തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഇടയിലൂടെ അവർ പാറി പറക്കുകയാണ് സന്തോഷത്താൽ. തന്റെ നാട്ടിലേക്ക് സർവ്വതും നഷ്ടപ്പെട്ടെങ്കിലും തന്റെ രാജ്യത്തേക്ക്, നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്താൽ. എത്ര വലിയ സ്നേഹമാണ് ആ നാടിനോട് ആ പ്രിയപ്പെട്ട മക്കൾക്ക്. പല ഓഫറുകളും അവർക്ക് വരുന്നുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, മസ്ജിദുൽ അഖ്സ വിട്ടു തന്നാൽ ഫലസ്തീൻ, ഗസ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ പണി നോക്കണ എന്ന് പറഞ്ഞ ഗസക്കാരെ പ്രിയപ്പെട്ടവരെ നാം മറക്കരുത്. നിന്റെ ഓഫർ ഞങ്ങൾക്ക് വേണ്ട, സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ജീവിക്കുന്നത് ഗസയ്ക്ക് വേണ്ടിയാണ്, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടിയാണ്. പ്രവാചകന്റെ വാനാരോഹണത്തിനും നിശാ പ്രയാണത്തിനും സാക്ഷിയായ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ ആ പരിശുദ്ധമായ ദേവാലയത്തിന്റെ വിമോചനത്തിനു വേണ്ടി ഫലസ്തീൻ ജനതയോട് പോരടിക്കുന്ന ഗസക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് പ്രചോദനമാകുന്നത് ഇത്തരത്തിലുള്ള സംഭവമായിരിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം ഒരുപാടായി. അതുകൊണ്ട് ഇസ്രാ മിഹ്റാജിന്റെ ചരിത്രത്തിൽ നിന്നും നമ്മളൊരു ചരിത്രമാടി പറയാനുള്ളതല്ല. ഇസ്രാ മിഹ്റാജും പാഠം ഉൾക്കൊള്ളേണ്ടവരാണ്. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ സമാധാനം വരും, സന്തോഷം വരും, നല്ല ജീവിതം ഉണ്ടാകും എന്ന സന്ദേശമാണ്, പാഠമാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്രാഇന്റെ മിഹ്റാജിന്റെ ചരിത്രത്തിൽ നിന്നും പഠിക്കാൻ കഴിയുന്നത്.
അതുകൊണ്ട് ഈ രാത്രിയിലാണ്, ഈ സംഭവത്തിലാണ് 5 നേരത്തെ നമസ്കാരം അള്ളാഹു സമ്മാനമായി നമുക്ക് നൽകിയത്. അള്ളാഹുവിന്റെ ഗിഫ്റ്റ്, അള്ളാഹുവിന്റെ സമ്മാനം നമസ്കാരം. ആ നമസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധമായ റജബിന്റെ അവസാന നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: നമസ്കാരം എല്ലാവരും കൃത്യമായി നിർവഹിക്കണം. റമളാൻ വരികയാണ്, ശഅബാൻ വരുന്നു, ശേഷം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് പ്രവാചകന്റെ കരങ്ങളിൽ കൊടുത്തയച്ച സമ്മാനം നാം സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി നാം നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.